സതീഷിന്റെ പെരുന്നുണകൾ ജൈത്രയാത്ര തുടരുമ്പോൾ അതിന്റെ പിന്നാലെ സൈബർ സഖാക്കൾ അങ്ങ് കൂടി. ഓരോ നുണയും നിമിഷ നേരങ്ങൾ കൊണ്ട് പൊളിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വസ്തുത നിരത്തിയിട്ടുള്ള പൊളിച്ചെടുക്കലാണ്. സത്യം എന്താണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള പൊളിച്ചെടുക്കൽ. കനകോല് പറഞ്ഞു, ഇനി നുണ പറച്ചിൽ വേണ്ട, തൽക്കാലം നമ്മുടെ സെന്റിമെന്റ്സ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേജിൽ കയറി വിങ്ങി പൊട്ടിയിട്ടൊരു പ്രസംഗം, അത് അതിലേറെ കുളമായി. ഞാൻ കുറച്ചു മുമ്പ് അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരുന്നു. കാണാത്തവർക്കായിട്ട് അതിന്റെ ലിങ്ക് ഇതിന്റെ താഴെ കൊടുക്കാം. എന്നാൽ ഇപ്പൊ വീണ്ടും സതീശൻ നുണയുമായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പൊ പറയുന്ന നുണ CPM-ന്റെ സൈബർ വിങ് ആരംഭിച്ച, LDF-ന്റെ സൈബർ വിങ് ആരംഭിച്ച ഒരു വെബ്സൈറ്റുമായി ബന്ധപ്പെട്ടാണ്. 10 വർഷം മുമ്പുള്ള ഉമ്മൻചാണ്ടിയുടെ UDF-ന്റെ ഭരണകാലം ഓർമ്മപ്പെടുത്തുന്ന ഒരു വെബ്സൈറ്റ് തുടങ്ങി. അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്തതാണ്. കാണാത്തവർക്ക് അതിന്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. ഈ വെബ്സൈറ്റ് തുടങ്ങിയതോടുകൂടി സതീഷിന് ഹാലടക്കി. രണ്ട് ഭാഗത്തും ഇവറ്റുകൾ ചെയ്തിരുന്നില്ല. ഉമ്മൻചാണ്ടിയുടെ ഭരണത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുണ്ട കാലം എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കാര്യങ്ങൾ മൊത്തം വിശദീകരിക്കുന്നുണ്ട്. നുണ പറഞ്ഞു കഴിഞ്ഞാൽ നിമിഷ നേരങ്ങൾ കൊണ്ട് സഖാക്കൾ വസ്തുത നിരത്തി പൊളിച്ചെടുക്കുന്നുണ്ട്. സെന്റിമെന്റ് വർക്കൗട്ട് ആക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് അതിലേറെ പാളി. ജഗദീഷിന്റെ ഹരിഹർ നഗറിലെ സെന്റിമെന്റ്സ് പോലെയായി എന്നുള്ളതാണ് പൊതുവിൽ പൊങ്കാലയുടെ ബഹളം. അതുകൊണ്ട് വീണ്ടും നുണയിലേക്ക് വരികയാണ്. ഇത്തവണ നുണ പറയുന്നത് ഇരുണ്ട കാലം എന്ന വെബ്സൈറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ്. മൂപ്പര് പറഞ്ഞ ഇരുണ്ട കാലം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷമാണ്. പിണറായി ഭരിക്കുന്ന കാലമാണ് ഇരുണ്ട കാലം. ഇരുണ്ട കാലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും വൈദ്യുതി മേഖലയിലുള്ള പ്രതിസന്ധി കാരണമാണ് നമ്മൾ ആ വെബ്സൈറ്റിന് ഇരുണ്ട കാലം എന്ന് പറയുന്നത്. മറ്റർത്ഥത്തിലും ഇരുണ്ട കാലം തന്നെയാണ്. പക്ഷെ പ്രധാനമായിട്ടും വൈദ്യുതി മേഖലയിലുള്ള പ്രതിസന്ധിയായിരുന്നു നമ്മൾ അന്ന് ഇരുട്ടിലേക്ക് വീഴാനുണ്ടായ കാരണം. അന്ന് ഇരുട്ടുണ്ടായിരുന്നില്ല, ഇരുണ്ട കാലം അതല്ല എന്ന് പച്ചക്ക് വീണ്ടും നുണ പറയാണ് ആര്? VD സതീശൻ. അതിനെയും പൊളിച്ചെടുക്കുന്നുണ്ട് നികേഷും കൂട്ടരും ഈ ഇരുണ്ട കാലം വെബ്സൈറ്റിലൂടെ തന്നെ. നമുക്ക് അതുമായി ബന്ധപ്പെട്ട് സതീശൻ പറഞ്ഞതും അതിനുള്ള ഇരുണ്ട കാലം വെബ്സൈറ്റിലെ മറുപടിയും കേൾക്കാം. ഉമ്മൻചാണ്ടിയുടെ കാലം ഇരുണ്ട യുഗമാണെന്നാണ് ഇപ്പോൾ പുതിയ പ്രചരണം. ഞാൻ ചോദിക്കട്ടെ, വൈദ്യുതി ബോർഡ് ആ ഗവൺമെന്റ് ലാഭത്തിലാക്കി. നല്ല 2016 ഇറങ്ങുമ്പോൾ നല്ല ഓർഡറില്ല. സംസ്ഥാനത്ത് ഇന്നു മുതൽ വീണ്ടും ലോഡ് ഷെഡിംഗ്. പകലും രാത്രിയുമായി അരമണിക്കൂർ വീതമാണ് ലോഡ് ഷെഡിംഗ്. SSLC, +2 പരീക്ഷകൾ തുടങ്ങിയതോടെ ഈ മാസം 2 മുതലാണ് ലോഡ് ഷെഡിംഗ് പിൻവലിച്ചത്. പരീക്ഷകൾ അവസാനിച്ചതിനെ തുടർന്നാണ് ലോഡ് ഷെഡിംഗ് പുനഃസ്ഥാപിച്ചത്. അതാണ് ഇരുണ്ട യുഗം. ഇതാണ് ഇരുണ്ട യുഗം. ഏതാണ് ഇരുണ്ട യുഗം? സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ബഡായി പറഞ്ഞതുകൊണ്ട് കാര്യമില്ലെന്നും ആര്യാടൻ മുഹമ്മദ് വിമർശിച്ചു. ഇന്ന് സർക്കാരിന്റെ സ്ഥിതി സാമ്പത്തികമായി ഇന്നും മോശമാണ്. ബഡായിയൊക്കെ ചിലരൊക്കെ പറയും, ഞാൻ ആരാണ് എന്നൊന്നും പറയുന്നില്ല. പക്ഷേ സംഗതി മോശമാണ്. ഇലക്ട്രിസിറ്റി ബോർഡ്, KSRTC എന്നീ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്ന അധിക സാമ്പത്തിക ബാധ്യത കെടുകാര്യസ്ഥത കൊണ്ടുണ്ടാകുന്നതാണ്. ആ ബാധ്യത കൂടി ഏറ്റെടുക്കേണ്ടി വരുന്നതാണ് കേരളത്തിലെ സംസ്ഥാനത്തിന്റെ ധനകാര്യ മാനേജ്മെന്റിൽ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. ഇത് കുറക്കാം, നട്ടം കുറക്കാൻ 6 മണിക്കൂർ ലോഡ് ഷെഡിംഗ് ആക്കിയാൽ നട്ടം കുറക്കാൻ സാധിക്കും. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് വേണ്ടിവരുമെന്ന് വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദ്. അവിടെ ഡാമിൽ വെള്ളം കുറഞ്ഞിട്ടുണ്ട് സർ. വൈദ്യുതി നിരക്ക് കൂട്ടേണ്ടി വരുമെന്ന് വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി മോശമാണ്. ഒരു മാസം 75 കോടി. അങ്ങനെ വരുമ്പോൾ 900 കോടിന്റെ ക്യാഷ് ലോസ് ഉണ്ട്. അതാണ് ഇരുണ്ട യുഗം. ഇതാണ് ഇരുണ്ട യുഗം. ഏതാണ് ഇരുണ്ട യുഗം? പ്രതിസന്ധി തന്നെ. അത് പറയാനും എനിക്ക് മടിയില്ല. സാധാരണ അങ്ങനെ പറയാറില്ല. പ്രതിസന്ധിയുള്ള പ്രയാസം ഉണ്ട് എന്നാ പറയില്ല. എന്നാ പ്രതിസന്ധി തന്നെ. ഈ മാസം ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും എവിടുന്നാ കടം കിട്ടുക എന്നാണ് ചോദിച്ചിട്ടാണ് ഇന്നലെ MD-ന്റെ അടുത്ത് വന്നത്. മനസ്സിലായോ? അതൊന്നും ഇരുണ്ട യുഗമായിരുന്നില്ല. അതൊക്കെ നല്ല കാലമായിരുന്നു കേരളത്തിന്റെ. കേരളം ഒരു തവണ കൂടി വൈദ്യുതി നിയന്ത്രണത്തിന്റെ നാളുകളിലാണ്. ഇത് എത്ര നാൾ? ഇത് എന്തുകൊണ്ട്? ചോദ്യങ്ങൾ അനവധിയാണ്. സ്വാഗതം. LDF ഭരിച്ച 5 വർഷം ഒരു ദിവസം പോലും വൈദ്യുതി നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. UDF സർക്കാർ വന്നു. ഇതിപ്പോ 2ാം തവണയാണ് കേരളം വൈദ്യുതി നിയന്ത്രണത്തിലേക്ക് പോകുന്നത്. എന്തുകൊണ്ട്? ഇതുപോലെ മഴ നഷ്ടപ്പെട്ട കഴിഞ്ഞ 15 കൊല്ലത്തിനുള്ളിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ വെള്ളമില്ലാത്ത ഒരു കാലത്ത് കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണം വേണ്ടിവരും. വേനൽക്കാലത്താണ് UDF സർക്കാർ വന്നതിന് ശേഷം ആദ്യമായിട്ട് വൈദ്യുതി നിയന്ത്രണം വരുന്നത്. അന്ന് എന്തായാലും മഴ ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. കഴിഞ്ഞ വർഷം വേനൽക്കാലത്താണല്ലോ തുടങ്ങിയത് വൈദ്യുതി നിയന്ത്രണം. അതെന്താണ്? അന്ന് കാരണം ഇത് തന്നെ. അതൊന്നും ഇരുണ്ട യുഗമായിരുന്നില്ല. അതൊക്കെ നല്ല കാലമായിരുന്നു കേരളത്തിന്റെ. അത് ജൂൺ മാസം 25 കൂടി തീരും.
അപ്പോഴേക്കും മഴയും കിട്ടും, നമുക്ക് തീർക്കാൻ കഴിയും എന്നാണ് വിശ്വാസം. അവിടെ 28,000 30,000 രൂപയെ താങ്കളുടെ വീടിന്റെ ബില്ല് കൂട്ടിയിട്ടുണ്ട്. താങ്കൾ മാത്രമല്ല, എല്ലാ മന്ത്രിമാരുടെയും. അതിന് മുമ്പത്തെ മന്ത്രിമാരെ വീട്ടിലും തന്നെ MLA-മാർ മഴക്കാലത്തും ലോഡ് ഷെഡിംഗ് തുടരുന്നതിനെ വിമർശിച്ചിരുന്നു. 27-ാം തീയതി മുതൽ ലോഡ് ഷെഡിങ് നിർത്തുന്നു. ഇൻഫർമേഷൻ പണി നോക്കുന്നേ, താങ്കൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇറ്റ് വാസ് റോങ്. ഞാൻ പറയണില്ല നിങ്ങളോട്, നിങ്ങളിത് എടുത്തേ, നിങ്ങളിത് കൊടുത്തിട്ടില്ലെങ്കിലും വരും. അതില്ല, പോയിന്റ് ബ്ലാങ്കിന്റെ ചില ലക്കങ്ങൾ ഇങ്ങനെയും അവസാനിക്കാറുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാലം ഇരുണ്ട യുഗമാണെന്നാണ് ഇപ്പോൾ പുതിയ പ്രചരണം. എന്ന് വെച്ചാൽ വൈദ്യുതി ബോർഡ് ലാഭത്തിലാക്കി എന്ന് പറഞ്ഞ ആളാണ്. അതാണ് അതേ വൈദ്യുതി മന്ത്രിയെ കൊണ്ട് നഷ്ടത്തിലാണ് എങ്ങനെ ശമ്പളം കൊടുക്കുക, പെൻഷൻ കൊടുക്കുക എന്ന് അതേ വൈദ്യുതി മന്ത്രി പറഞ്ഞത്. അയാൾ മരിച്ചുപോയത് നന്നായി. ഇല്ലാന്നുണ്ടെങ്കിൽ വി ഡി സതീശൻ ഇപ്പോൾ പോയിട്ട് കഴുത്തിന് പിടിക്കുമായിരുന്നു. ഞാനിങ്ങനെ ഒരു പച്ച നോണ പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ തല കുത്തന്നെ പറഞ്ഞാലോ എന്ന് ചോദിച്ചു. അയാൾ മരിച്ചു പോയത് നന്നായി എന്നുള്ളതാണ് ആര്യാടൻ മുഹമ്മദ്. അയാളെ സത്യം പറഞ്ഞാൽ അയാൾ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നു. അന്ന് വൈദ്യുതി മേഖലയിലുള്ള പ്രതിസന്ധിയാണ് ലോഡ് ഷെഡിങ്, പവർ കട്ട്, വോൾട്ടേജ് ക്ഷാമം. ഇരുട്ടിലായിരുന്നു, പൂർണ്ണമായിട്ടും സമ്പൂർണ്ണമായിട്ടും രാത്രി കാലങ്ങളിൽ ഇരുട്ടിലായിരുന്നു. വോൾട്ടേജ് ഇല്ലാത്ത പ്രശ്നവും ഇതേപോലെ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും. ഇന്ന് 10 വയസ്സുള്ള അല്ലെങ്കിൽ 10, 12, 15 വയസ്സുള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓർമ്മയിലില്ലാത്ത പദങ്ങളാണ് പവർ കട്ടും ലോഡ് ഷെഡിങ്ങും. മാത്രമല്ല, കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ 5 വർഷക്കാലം കൊണ്ട് വൈദ്യുതി മേഖലയിൽ ചാർജ് വർദ്ധിപ്പിച്ച എത്രയാണ്? ഏകദേശം 49% ചാർജ് വർദ്ധിപ്പിച്ചു. എന്നാൽ കഴിഞ്ഞ 10 വർഷമായിട്ട് പിണറായി സർക്കാർ വർദ്ധിപ്പിച്ച എത്രയാണ്? 29%. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറെക്കുറെ 10 വർഷം കൊണ്ട് വർദ്ധിപ്പിച്ചതിൻ്റെ ഇരട്ടി വർദ്ധിപ്പിച്ചു UDFന്റെ ഒരു 5 വർഷം കൊണ്ട്. ഈ വസ്തുതയൊക്കെ മറച്ചു വെച്ചുകൊണ്ട്, അത് മാത്രമല്ല, വൈദ്യുതി മേഖലയിൽ പ്രതിസന്ധിയേ ഇല്ല. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ നമ്മുടെ കേരളത്തിലുണ്ടോ? വൈദ്യുതി മേഖലയിൽ വോൾട്ടേജ് ക്ഷാമമുണ്ടോ? ഇതൊക്കെ, ഈ വസ്തുതൊക്കെ, ഈ ജീവിച്ചിരിക്കുന്ന തെളിവ്, ഇപ്പോൾ ഈ പറയുന്ന കാലത്ത് ഇതൊക്കെ ജീവിച്ചിരിക്കുന്ന തെളിവായിട്ട് പോലും ഒരു ഉളുപ്പമില്ലാതെ പച്ചക്ക് സ്റ്റേജിൽ കയറി വന്നിട്ട് ഇരുണ്ട യുഗം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ 10 വർഷമാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ സതീഷ, നിന്റെ തൊലിക്കട്ടിക്ക് മുമ്പിൽ കണ്ടാമൃഗം നമിച്ചു പോകും. കഷ്ടം. എന്നിട്ട് പറയാണ് ഞങ്ങളുടെ കാലത്തായിരുന്നു ഈ പറയുന്ന വൈദ്യുതി മിച്ചപ്പെടുത്തി അല്ലെങ്കിൽ വൈദ്യുതി ലാഭത്തിലേക്കാക്കിയത്, വൈദ്യുതി ബോർഡ് ലാഭത്തിലാക്കിയത്. പച്ചക്ക് നുണ പറയാൻ ഒരു ഉളുപ്പുമില്ല. എന്താ ഇതിനൊക്കെ പറയാ? മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.